വെൽക്കം ബാക്ക് ടു ഇംഗ്ലീഷ് ക്യാബിൻ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 9ാം ക്ലാസ്സിലെ 4ാമത്തെ യൂണിറ്റായ സ്ട്രൈവ് ആൻഡ് ത്രൈവ് എന്ന യൂണിറ്റിലെ 1ാമത്തെ ചാപ്റ്റർ ദ അൺസ്റ്റോപ്പബിൾ സോൾ സർഫർ എന്നതാണ്. എഴുതിയിരിക്കുന്നത് ബെഥനി ഹാമിൽട്ടൺ ആണ്. നമുക്ക് ഓഥറിനെ കുറിച്ച് നോക്കാം. ബെഥനി ഹാമിൽട്ടൺ ബോൺ ഓൺ 8th February 1919 in Hawaii, an island state of United States, is an extraordinary woman. ബെഥനി ഹാമിൽട്ടൺ ജനിക്കുന്നത് 1919 ഫെബ്രുവരി 8th ഹവായി എന്ന് പറയുന്ന ഒരു ഐലൻഡ് സ്റ്റേറ്റിലാണ് ജനിച്ചത്. അവര് ഒരു എക്സ്ട്രാ ഓർഡിനറി വുമൺ ആയിരുന്നു. ഹൂസ് ലൈഫ് ഈസ് എ ടെസ്റ്റമെന്റ് ടു റെസിലിയൻസ് ആൻഡ് ടെനേസിറ്റി. അവരുടെ ജീവിതം എന്ന് പറയുന്നത് നിശ്ചയദാർഢ്യത്തിൻ്റെയും അതുപോലെ തന്നെ എല്ലാ ഡിഫിക്കൽട്ടീസിനെ ഫേസ് ചെയ്യാനുള്ള ആ ഒരു കഴിവിൻ്റെയൊക്കെ ഒരു സാക്ഷ്യപത്രമായിട്ടാണ് അവരുടെ ജീവിതം നിലകൊള്ളുന്നത്. അറ്റ് ദ ഏജ് ഓഫ് 13 ഷീ ഫേസ്ഡ് എ ലൈഫ് ഓൾട്ടറിങ് ഷാർക്ക് അറ്റാക്ക് വൈൽ സർഫിംഗ്. 13ാമത്തെ വയസ്സിൽ ഒരു ഷാർക്ക് അറ്റാക്കുകൾക്ക് നേരിടേണ്ടതായിട്ട് വന്നു സർഫിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്. സർഫിംഗ് എന്ന് പറഞ്ഞാൽ തിരമാലകളുടെ മുകളിലൂടെ ഒരു പലക പോലെ അല്ലെങ്കിൽ ഒരു ബോർഡിൽ കിടന്നോ ഇരുന്നോ ഒക്കെ സഞ്ചരിക്കുന്നതിനെയാണ് സർഫിംഗ് എന്ന് പറയുന്നത്. തിരമാലയുടെ മീതെയുള്ള സഞ്ചാരം. ഇപ്പോൾ സർഫിംഗ് ചെയ്യുന്ന സമയത്ത് ഒരു ഷാർക്ക് അറ്റാക്ക് അവൾക്ക് നേരിടേണ്ടതായിട്ട് വന്നു. ദാറ്റ് കോസ്റ്റ് ഹെർ ആൻ ആം. അങ്ങനെ അവൾക്ക് അവളുടെ ഒരു കൈ നഷ്ടപ്പെട്ടു. റിമാർക്കബിളി വിതിൻ എ മന്ത് ബെഥനി റിട്ടേൺ ടു സർഫിംഗ്. ഇപ്പോൾ ഒരു കൈ അവൾക്ക് നഷ്ടപ്പെട്ടുവെങ്കിലും ഒരു മാസത്തെ ചികിത്സയ്ക്ക് ശേഷം വീണ്ടും അവൾ സർഫിങ്ങിലേക്ക് തിരിച്ചു വന്നു. വിത്ത് അൺവേവറിങ് ഡിറ്റർമിനേഷൻ. ഇപ്പോൾ അവൾക്ക് നേരത്തേക്കാൾ വലിയ ഡിറ്റർമിനേഷനാണ്. അൾട്ടിമേറ്റ്ലി ടു പ്രൊഫഷണൽ സർഫിംഗ്. ഇപ്പോൾ അവൾ പ്രൊഫഷണൽ സർഫിങ്ങിലേക്ക് തിരിഞ്ഞു. ഷീ റോട്ട് അബൌട്ട് ഹെർ എക്സ്പീരിയൻസ് ഇൻ ഹെർ ഓട്ടോബയോഗ്രഫി സോൾ സർഫർ, എ ട്രൂ സ്റ്റോറി ഓഫ് ഫെയ്ത്ത്, ഫാമിലി ആൻഡ് ഫൈറ്റിംഗ് ടു ഗെറ്റ് ബാക്ക് ഓൺ ദ ബോർഡ്, വിച്ച് വാസ് അഡാപ്റ്റഡ് ഇൻ ടു ദ 2011 ഫീച്ചർ ഫിലിം സോൾ സർഫർ. അവരുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഓട്ടോബയോഗ്രഫിയുടെ പേര് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. സോൾ സർഫർ, എ ട്രൂ സ്റ്റോറി ഓഫ് ഫെയ്ത്ത്, ഫാമിലി ആൻഡ് ഫൈറ്റിംഗ് ടു ഗെറ്റ് ബാക്ക് ഓൺ ദ ബോർഡ്. ഷീ വെന്റ് ഓൺ ടു അച്ചീവ് റിമാർക്കബിൾ സക്സസ് ആസ് എ പ്രൊഫഷണൽ സർഫർ, ഡിഫൈങ് ദ ഓഡ്സ് ആൻഡ് ബിക്കമിങ് ആൻ ഇൻസ്പിറേഷൻ ടു മെനി. അങ്ങനെ അവരുടെ ജീവിതം അനേകർക്കൊരു ഇൻസ്പിറേഷനായിട്ട് മാറി. ഷീ റിസീവ്ഡ് മെനി അവാർഡ്സ് ആൻഡ് ഓണേഴ്സ് ഇൻക്ലൂഡിംഗ് ദ ESPY അവാർഡ്, NSSA നാഷണൽ ഹെൽപ്പിംഗ് കിഡ്സ് ചാമ്പ്യൻ, ASP വേൾഡ് ജൂനിയർ ചാമ്പ്യൻഷിപ്പ്. ഇതൊക്കെ അവർക്ക് കിട്ടിയ അവാർഡ്സ് ആണ്. നമുക്ക് ചാപ്റ്ററിലേക്ക് പോകാം. ദ അൺസ്റ്റോപ്പബിൾ സോൾ സർഫർ ബൈ ബെഥനി ഹാമിൽട്ടൺ. ഇത് ബെഥനി ഹാമിൽട്ടൻ്റെ ഒരു റിയൽ സ്റ്റോറി തന്നെയാണ്. അവരുടെ ജീവിതത്തിൽ അവർ നേരിട്ട ഒരു അനുഭവ കഥയാണ് ഈ ചാപ്റ്ററിലൂടെ അവർ പറയുന്നത്. അൺസ്റ്റോപ്പബിൾ സോൾ സർഫർ എന്ന് പറഞ്ഞാൽ, സോൾ സർഫർ എന്ന വാക്കിൻ്റെ അർത്ഥം വൺ ഹൂ റൈഡ്സ് എ വേവ് ഓൺ എ സർഫ് ബോർഡ്. സർഫ് ബോർഡിൽ റൈഡ് ചെയ്യുന്ന ആളിനെയാണ് സോൾ സർഫർ എന്ന് പറയുന്നത്. അപ്പോൾ അൺസ്റ്റോപ്പബിൾ, തടഞ്ഞു നിർത്താനാവാത്ത സോൾ സർഫറിൻ്റെ ഒരു കഥയാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് പാരഗ്രാഫിലേക്ക് പോകാം. ഇറ്റ് കെയിം ലിറ്ററലി ഔട്ട് ഓഫ് ദി ബ്ലൂ. ഐ ഹാഡ് നോ വാർണിംഗ് അറ്റ് ഓൾ, നോട്ട് ഈവൻ ദ സ്ലൈറ്റസ്റ്റ് ഹിൻഡ് ഓഫ് ഡേഞ്ചർ ഓൺ ദി ഹൊറൈസോൺ. ഇപ്പം ബെഥനി ഹാമിൽട്ടൺ പറയുകയാണ്, ശരിക്കും പറഞ്ഞാൽ അൺഎക്സ്പെക്റ്റഡ്ലി, ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്താണിത് സംഭവിച്ചത്. ഔട്ട് ഓഫ് ദി ബ്ലൂ എന്ന വാക്കിൻ്റെ അർത്ഥം അൺഎക്സ്പെക്റ്റഡ്ലി, ഒട്ടും പ്രതീക്ഷിക്കാതെ ഇരുന്നപ്പോഴാണിത് സംഭവിച്ചത്. എനിക്ക് ഇതിനെക്കുറിച്ച് ഒരു വാർണിങ്ങോ അല്ലെങ്കിൽ ഒരു ഹിൻറ്റോ ഒന്നും എനിക്ക് കിട്ടിയിരുന്നില്ല. ദ വാട്ടർ വാസ് ക്രിസ്റ്റൽ ക്ലിയർ ആൻഡ് കാം. ജലം നല്ല തെളിഞ്ഞ ജലമായിരുന്നു, വളരെ കാമായിരുന്നു. ഇറ്റ് വാസ് മോർ ലൈക്ക് സ്വിമ്മിങ് ഇൻ എ പൂൾ. ശരിക്കും ഒരു സ്വിമ്മിംഗ് പൂളിലെ വെള്ളം പോലെ വളരെ ക്ലിയർ വാട്ടർ ആയിരുന്നു അത്. റാദർ ദാൻ ദ ഡീപ് ഓഷ്യൻ വാട്ടേഴ്സ് ഇൻ Hawaii, where I go almost every morning to surf with my friend Alana Blanchard or the other girls on the Hanalei Girls Surf Team. ഇപ്പോൾ ഇവള് കവായി എന്ന് പറയുന്ന സ്ഥലത്ത്, ഹവായിയിലെ ഒരു ദ്വീപാണ് കവായി, അവിടെ മിക്കവാറും എല്ലാ മോർണിംഗിലും സർഫ് ചെയ്യാനായിട്ട് പോകാറുണ്ട് അവളുടെ ഫ്രണ്ട് അലാന ബ്ലാൻചാർഡിനോടൊപ്പം. അല്ലെങ്കിൽ ഹനേലി ഗേൾസിൻ്റെ ഒരു സർഫ് ടീമുണ്ട്. അവരിൽ ആരെങ്കിലും ഗേൾസിൻ്റെ കൂടെ ഇവരെന്ത് ചെയ്യാറുണ്ട്, ഒരുമിച്ച് സർഫ് ചെയ്യാൻ എല്ലാ മോർണിംഗിലും
കവായ് എന്ന് പറയുന്ന ദ്വീപിൽ പോകാറുണ്ട്. അവിടുത്തെ വെള്ളത്തെക്കാളൊക്കെ വളരെ ക്ലിയർ ആയിട്ടുള്ള വെള്ളമാണ് ഇപ്പോൾ അവൾ ചെന്നിരിക്കുന്ന വെള്ളം, സർഫ് ചെയ്യുന്ന വെള്ളം. ദ വേവ്സ് വേ സ്മോൾ ആൻഡ് ഇൻകൺസിസ്റ്റൻറ്റ്. വേവ്സ്, തിരമാലകളൊക്കെ വളരെ ലഘുവായിരുന്നു, ഇൻകൺസിസ്റ്റൻ്റ് ആയിരുന്നു. I was relaxing on my board with my right hand on the nose of the board and my left hand dangling in the cool water. അവളുടെ ബോർഡിൽ, സർഫ് ബോർഡിലിരുന്ന്, സർഫ് ബോർഡ് എന്ന് പറയുന്ന സർഫ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ ഒരു പലകയാണ് സർഫ് ബോർഡ്. ആ സർഫ് ബോർഡിലിരുന്ന് അവൾ റിലാക്സ് ചെയ്യുകയാണ്. അവളുടെ റൈറ്റ് ഹാൻഡ് ആ സർഫ് ബോർഡിൻ്റെ നോസിൻ്റെ അവിടെയാണ് അവൾ പിടിച്ചിരിക്കുന്നത്. പിന്നെ അവളുടെ ലെഫ്റ്റ് ആം അവൾ എന്ത് ചെയ്തിരിക്കുകയാണ്, കൂൾ വാട്ടറിലേക്ക് ഡാംഗ്ലിങ് എന്ന വാക്കിൻ്റെ അർത്ഥം ഹാങ്ങിങ് ഡൗൺ. അപ്പം കൂൾ വാട്ടറിലേക്ക് അവളുടെ ലെഫ്റ്റ് ആം അവൾ എന്ത് ചെയ്തിരിക്കുന്നു, ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നു. ഐ റിമെമ്പർ തിങ്കിങ് ഐ ഹോപ്പ് ദ സർഫ് പിക്സ് അപ്പ് സൂൺ. അപ്പോൾ അവൾ ഓർക്കുകയാണ്, അല്ലെങ്കിൽ അവൾ പ്രതീക്ഷിക്കുകയാണ്, വേഗം തന്നെ എന്ത് വരും, നല്ല തിരമാല വരും. തിരമാല വരുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, അവൾക്ക് സർഫ് ചെയ്യാനായിട്ട് സാധിക്കും. ആ ഒരു പ്രതീക്ഷയിലാണ് അവൾ അവിടെ കിടക്കുന്നത്. വെൻ സഡൻലി ദർ വാസ് എ ഫ്ലാഷ് ഓഫ് ഗ്രേ. പെട്ടെന്ന് എന്തോ ഒന്നവൾ കണ്ടു, ഒരു ഫ്ലാഷ് ഓഫ് ഗ്രേ കളറിൽ ഒരു ഫ്ലാഷ് പോലെ എന്തോ അവൾ കണ്ടു. നെക്സ്റ്റ് പാരഗ്രാഫ്. ദാറ്റ്സ് ഓൾ ഇറ്റ് ടുക്ക് എ സ്പ്ലിറ്റ് സെക്കൻഡ്. ഐ ഫെൽറ്റ് എ ലോട്ട് ഓഫ് പ്രഷർ ആൻഡ് എ കപ്പിൾ ഓഫ് ലൈറ്റ്നിങ് ഫാസ്റ്റ് ടഗ്. അപ്പം പെട്ടെന്നാണ് എന്തൊക്കെയോ സംഭവിച്ചു. ഒരു ചെറിയ സെക്കൻഡ് മാത്രമേ ആ സംഭവിക്കാനായിട്ട് എടുത്തുള്ളൂ. പെട്ടെന്ന് അവൾക്കൊരു പ്രഷർ പോലെ അവളുടെ ശരീരത്തിൽ അനുഭവപ്പെട്ടു. അതുപോലെ തന്നെ ഒരു ശക്തമായൊരു വലി അവളുടെ ശരീരത്തിൽ അവൾക്ക് അനുഭവപ്പെട്ടു. ഐ കുഡൻറ്റ് മേക്ക് ഔട്ട് എനി ഓഫ് ദി ഡീറ്റെയിൽസ്. അതിൻ്റെ ഡീറ്റെയിൽസിനെ കുറിച്ചൊന്നും എനിക്ക് പറയാൻ സാധിക്കത്തില്ല. അത്രമാത്രം ഒരു പ്രഷർ, ഒരു പുള്ളൊക്കെ അവളുടെ ശരീരത്തിൽ അനുഭവപ്പെട്ടു. ബട്ട് ഐ ന്യൂ ദാറ്റ് ദ ഹ്യൂജ് ജോസ് ഓഫ് massive tiger shark covered the top of my board and my left arm. അപ്പോൾ അവൾ പറയുകയാണ്, എനിക്ക് മനസ്സിലായി ആ മാസീവ് ടൈഗർ ഷാർക്ക് എന്ന് പറഞ്ഞാൽ ലാർജ് ഗ്രേ ബോഡീഡ് ഷാർക്ക്. ആ വലിയ ഷാർക്കിന്റെ ആ വലിയ ജോ അവളുടെ ആ ബോർഡിന്റെ മുൻഭാഗം എന്ത് ചെയ്തിരിക്കുന്നു, കവർ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ആ വായ്ക്കുള്ളിലേക്ക് ആ ബോർഡിന്റെ മുൻഭാഗം കയറപ്പെട്ടിട്ടുണ്ട്. ആൻഡ് മൈ ലെഫ്റ്റ് ആം. അതുപോലെ തന്നെ അവളുടെ ലെഫ്റ്റ് ആമും ഇപ്പോൾ ആരുടെ വായിലാണ്, ഈ ഷാർക്കിൻ്റെ വായിലാണെന്ന് അവൾക്ക് മനസ്സിലായി. ഇറ്റ്സ് ഫണി, യു വുഡ് തിങ്ക് ഹാവിങ് യുവർ ആം ബിറ്റൺ ഓഫ് വുഡ് റിയലി ഹർട്ട്. ഇപ്പം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക, നിങ്ങളുടെ ഒരു കൈ അല്ലെങ്കിൽ ഒരാമ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകുന്നു എന്ന ഒരു ചിന്ത പോലും നിങ്ങൾ എന്ത് ചെയ്യും, വേദനിപ്പിക്കും, നിങ്ങളെ മുറിപ്പെടുത്തും. ബട്ട് ദെയർ വാസ് നോ പെയിൻ അറ്റ് ദാറ്റ് ടൈം. ആ ഒരു സമയത്ത് എനിക്ക് വേദനയൊന്നും തോന്നിയില്ല. ഐ ഫെൽറ്റ് പ്രഷർ ആൻഡ് എ കൈൻഡ് ഓഫ് ജിഗിൾ ടഗ്. എനിക്കപ്പോൾ എന്താ തോന്നിയത്, ഒരു ചെറിയൊരു പ്രഷർ, ഒരു വലിയ സമ്മർദ്ദം എൻ്റെ ശരീരത്തിൽ അനുഭവപ്പെടുന്ന പോലെ എനിക്ക് തോന്നി. എന്തൊക്കെയോ ഒരു പ്രത്യേകതരം മൂവ്മെൻറ്റ് എൻ്റെ ശരീരത്തിൽ അനുഭവപ്പെടുന്ന പോലെ എനിക്ക് തോന്നി. വിച്ച് ഐ നോ നൗ വാസ് ദ ടീത്ത്. അപ്പോൾ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, എൻ്റെ ശരീരത്തിൽ അനുഭവപ്പെട്ട ആ ഒരു ടഗ്, ആ ഒരു പുള്ള്, അത് ആരുടെ ടഗ്ഗായിരുന്നു, ആ ഷാർക്കിൻ്റെ ടഗ്ഗായിരുന്നു. അതുപോലെ തന്നെ എനിക്ക് ഏറ്റ ആ ഒരു പ്രഷർ ആരുടെ പ്രഷറായിരുന്നു, ആ ഷാർക്കിൻ്റെ ടീത്ത് ശരീരത്തിലേക്ക് വന്നപ്പോൾ ഉണ്ടായ പ്രഷറായിരുന്നു എന്ന് ഇപ്പോഴാണ് അവൾക്ക് മനസ്സിലായത്. They have serrated edges like a steak knife and they sawed through the board. സെറേറ്റഡ് എഡ്ജസ് എന്ന് പറഞ്ഞാൽ സോലൈക്ക് എന്ന് പറഞ്ഞാൽ ഈർച്ചവാൾ പോലെയുള്ള. അപ്പോൾ ആ ഷാർക്കിന്റെ പല്ലുകളെ കുറിച്ചാണ് പറയുന്നത്. എങ്ങനെയുള്ള പല്ലാണ്, സോലൈക്ക്, ഈർച്ചവാള് പോലെ എഡ്ജസ് ഉള്ള പല്ലുകളാണത്. ആൻഡ് എ സ്റ്റീക്ക് നൈഫ് എന്ന് പറഞ്ഞാൽ മീറ്റ് കട്ടിംഗ് നൈഫ്. നമ്മൾ ഇറച്ചി മീനും ഒക്കെ വെട്ടാൻ ഉപയോഗിക്കുന്ന നൈഫ് പോലെ മൂർച്ചയുള്ള ഒരു കത്തി പോലെയുള്ള ഒരു പല്ലുകളാണ് ആർക്കുള്ളത്, ഷാർക്കിനുള്ളത്. ദേ സോഡ് ത്രൂ ദ ബോർഡ്. അപ്പോൾ ആ പല്ലുകൾ കൊണ്ട് എൻ്റെ ബോർഡ് അല്ലെങ്കിൽ എൻ്റെ ആ ഒരു സർഫിംഗ് ബോർഡിലേക്ക് അത് ആഞ്ഞ് കടിച്ചു. ആൻഡ് മൈ ബോൺസ് ആസ് ഇഫ് ദേ വെയർ ടിഷ്യൂ പേപ്പർ. വളരെ ഈസി ആയിട്ട് ആ ഷാർക്ക് എൻ്റെ ആ ബോർഡും അതുപോലെ എൻ്റെ ആ ആമിലെ ബോൺസും എന്ത് ചെയ്തു, കടിച്ചു മുറിച്ച് തിന്നു കളഞ്ഞു. ഒരു ടിഷ്യൂ പേപ്പറിനെ പോലെ ഈസി ആയിട്ട്
തിന്നു കളഞ്ഞു. ഇറ്റ് വാസ് ഓവർ ഇൻ എ ഫ്യൂ സെക്കൻഡ്സ്. എല്ലാം വളരെ പെട്ടെന്ന് കഴിഞ്ഞു. ഐ റിമെമ്പർ സീയിങ് ദ വാട്ടർ അറൗണ്ട് മീ ടേൺ ബ്രൈറ്റ് റെഡ് വിത്ത് മൈ ബ്ലഡ്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, എൻ്റെ ചുറ്റുമുണ്ടായിരുന്ന ആ വെള്ളം മുഴുവൻ ബ്ലഡിൻ്റെ റെഡ് കളർ കൊണ്ട് നിറഞ്ഞത് ഞാൻ ഓർക്കുന്നു. ഐ സോ ദാറ്റ് മൈ ആം ഹാഡ് ബീൻ ബിറ്റൺ ഓഫ് ഓൾമോസ്റ്റ് ടു ദ ഷോൾഡർ. അപ്പോൾ അവൾ മനസ്സിലാക്കി അവളുടെ ആമിൻ്റെ അല്ലെങ്കിൽ അവളുടെ ആ ഷോൾഡറിൻ്റെ ഭാഗം മുതൽ തന്നെ ആ ഷാർക്ക് കഴിച്ചു കഴിഞ്ഞു. ദർ വാസ് ജസ്റ്റ് എ 3 or 4 inch സ്റ്റബ് വെയർ മൈ ലിം ഹാഡ് വൺസ് ബീൻ. ഇപ്പോൾ അവളുടെ ആ ഷോൾഡർ ഉണ്ടായിരുന്ന ഭാഗത്ത് എന്തോ ഒരു കുറ്റി പോലെ അല്പം മാത്രം ശേഷിക്കപ്പെട്ടിരിക്കുന്നു. ഒരു 3 ഇഞ്ച് അല്ലെങ്കിൽ 4 ഇഞ്ച് വലിപ്പത്തിൽ ഒരല്പഭാഗം മാത്രമേ ഉള്ളൂ. ബാക്കി ഭാഗം മുഴുവൻ അവൾക്ക് നഷ്ടപ്പെട്ടു. ബ്രയൻ ആൻഡ് ഹോൾട്ട് ഗോട്ട് ടു മീ ഇൻ എ ഫ്ലാഷ്. Holt's face was white and his eyes were white. Oh my God, he said, but he didn't freak out. സംഭവം നടന്ന ഇടത്തേക്ക് അലാനയുടെ സഹോദരനും അച്ഛനും ഓടി എത്തിച്ചേർന്നു. അലാന എന്ന് പറയുന്നത് ബെഥനി ഹാമിൽട്ടൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ അവർ വന്ന് ഈ സിറ്റുവേഷൻ കണ്ടപ്പോഴേക്കും അവർ ആകപ്പാടെ ഭയപ്പെട്ടു. എങ്കിലും അവർ കൺട്രോൾ നഷ്ടപ്പെടുത്താതെ പിടിച്ചു നിന്നു. Instead, he took control of the situation. He pushed me by the tail of my board and I caught a small wave that washed me over the reef as I lay on my board. അങ്ങനെ അവളെ രക്ഷിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി. ഒരു ചെറിയ വേവിൻ്റെ സഹായത്തോടെ അവർ കരയിലേക്ക് യാത്ര ചെയ്യുകയാണ്. Whatever emotions Holt, Brian, Alana were feeling, they kept inside. Nobody panicked or lost their head. അപ്പോൾ ബ്രയന്, ഹോൾട്ട്, അലാന അവരൊക്കെ ആകപ്പാടെ ഇമോഷൻസിലാണ്. പക്ഷേ ആ ഇമോഷൻസ് ഒന്നും അവർ വെളിയിൽ കാണിക്കുന്നില്ല. അവളെ ഭയപ്പെടുത്തുകയോ ഒന്നും ചെയ്യുന്നില്ല. വളരെയധികം കൺട്രോൾ ചെയ്ത് നിൽക്കുകയാണ്. മൈ ആം വാസ് ബ്ലീഡിങ് ബാഡ്ലി ബട്ട് നോട്ട് സ്പ്യൂയിങ് ബ്ലഡ് ലൈക്ക് ഇറ്റ് ഷുഡ് വിത്ത് എ മേജർ ആർട്ടറി ഓപ്പൺ. Holt took off his long grey sleeve rash guard and tied it around the stub of my arm, really tight to act as a tourniquet. ഇപ്പോഴും അവളുടെ ആമിൽ നിന്ന് നന്നായിട്ട് ബ്ലീഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഹോൾട്ട്, അലാനയുടെ അച്ഛൻ, വേഗം തന്നെ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന പ്രൊട്ടക്റ്റീവ് ക്ലോത്തിങ് എടുത്ത് ആ ഷോൾഡറിലേക്ക് അത് ടൈ ചെയ്തു. എന്തിനു വേണ്ടിയിട്ടാ? മച്ച് ബ്ലഡ് ഫ്ലോ തടയുന്നതിന് വേണ്ടിയിട്ട്. Holt told me to keep talking to him to make sure that I didn't pass out in the middle of the ocean. എന്നിട്ട് അച്ഛൻ അവളോട് പറയുകയാണ്, നീ സംസാരിച്ചുകൊണ്ടിരിക്കണം. കാരണം എന്താ, എനിക്ക് ഉറപ്പ് വേണം നീ എൻ്റെ പുറകിൽ തന്നെ ഉണ്ട്, ഓഷ്യനിലേക്ക് പോയില്ല എന്നുറപ്പ് വരുത്തുന്നതിന് നീ സംസാരിച്ചുകൊണ്ടിരിക്കണം. So I was talking, although I don't know about what, just answering his question and praying out aloud. അതുകൊണ്ട് തന്നെ ഇവള് ഹോൾട്ടിനോട് സംസാരിച്ചുകൊണ്ടേയിരുന്നു. എന്തിനെക്കുറിച്ച് പറയേണ്ടതെന്നൊന്നും അവൾക്കറിയത്തില്ല. ഹോൾട്ട് ചോദിക്കുന്നതിനെല്ലാം അവൾ മറുപടി പറഞ്ഞുകൊണ്ടിരുന്നു. അതോടൊപ്പം തന്നെ ഉച്ചത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. 4th paragraph. In the surgery room, they hooked me up loads of machines. It was Dr. Rowinsky who would be doing the first surgery. And he explained to both me and Mom how he would do it. You have lost your arm, Bethany, he said. Now the focus is on saving your life. അപ്പം ആശുപത്രിയിലെത്തി സർജറി റൂമിലാണ്. അവൾ പല രീതിയിലുള്ള മെഷീൻസിലൂടെ അവളെ കൊണ്ടുപോയി. ഡോക്ടർ റോവിൻസ്കിയാണ് അവളെ നോക്കുന്നത്. എല്ലാ കാര്യങ്ങളും അവളോടും അവളുടെ അച്ഛനോടും അവളുടെ അമ്മയോടും ഡോക്ടർ തുറന്നു പറഞ്ഞു. എന്നിട്ട് പറയാണ്, എന്തായാലും നിനക്ക് നിൻ്റെ ആം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇനിയും ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് നിൻ്റെ ജീവൻ രക്ഷിക്കുക എന്നതിനെക്കുറിച്ച് മാത്രമാണ്. My mom stayed by my side the whole time. My dad went out to deal with the visitors and ever-growing number of reporters who heard what had happened to me and were eager to break my story. അമ്മ അവളോടൊപ്പം തന്നെ എല്ലാ സമയം കൂടെ ഉണ്ടായിരുന്നു. അച്ഛനാണ് വിസിറ്റേഴ്സിനെ ലീഡ് ചെയ്യുന്നത്. ധാരാളം TV റിപ്പോർട്ടേഴ്സ് അവിടെ ഉണ്ടായിരുന്നു. ഈ സ്റ്റോറി അറിഞ്ഞിട്ട് ന്യൂസ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് വന്ന റിപ്പോർട്ടേഴ്സ്, അവരെല്ലാം ഡീൽ ചെയ്യുന്നത് അച്ഛനാണ്. In the hospital, I would look over at the bandaged stump where my arm used to be and think, now what? ചില സമയങ്ങളിലൊക്കെ അവളുടെ ആ ഷോൾഡറിലേക്ക് നോക്കും. അവിടെ ഒരു ചെറിയ സ്റ്റമ്പ് മാത്രമേ ഇപ്പോൾ ഉള്ളൂ. എന്നിട്ട് അവൾ ചിന്തിക്കും, ഇനി ഞാൻ എന്ത് ചെയ്യും? For a while, I doubted whether I would ever surf again. ചില സമയത്തൊക്കെ അവൾ ഡൗട്ട് ചെയ്യാറുണ്ട്, ഞാൻ ഇനിയും സർഫ് ചെയ്യുമോ? എവറിബഡി നോസ് ദാറ്റ് ഇറ്റ് ടേക്സ് 2 arms ടു സർഫ്. എല്ലാവർക്കും അറിയാം, 2 arms ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? സർഫ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ഐ ട്രൈഡ് ടു ടെൽ മൈസെൽഫ്, ഹേ, ഐ എം ഓക്കെ വിത്ത് ദിസ്. ഐ മീൻ, സർഫിംഗ് ഈസ് നോട്ട് എവറിത്തിങ്, റൈറ്റ്? യു വിൽ ഫൈൻഡ് സംതിങ് എൽസ് ടു ഡു ടു ഹാവ് ഫൺ. അപ്പോൾ അവളോട് തന്നെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറയുകയാണ്,
എനിക്ക് ചെയ്യാൻ പറ്റും, ഞാൻ ഓക്കെയാണ്, എനിക്ക് ഈ ഒരൊറ്റ ആമും കൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ തന്നെ സർഫിംഗ് എന്ന് പറയുന്നതല്ലല്ലോ ഈ ലോകത്തിലുള്ള എല്ലാം. ഇതെനിക്ക് പറ്റിയില്ലെങ്കിൽ ഞാൻ പുതിയൊരു എൻ്റർടൈൻമെൻറ്റ് കണ്ടുപിടിക്കും. ഐ വോണ്ട് ടു ബി ദ ബെസ്റ്റ് സർഫ് ഫോട്ടോഗ്രാഫർ ഇൻ ദ വേൾഡ്, ഐ ടോൾ മൈ ഡാഡ്. അപ്പോൾ അവൾ അവളുടെ അച്ഛനോട് പറയുകയാണ്, എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് എനിക്ക് ആരാകണം, സർഫ് ഫോട്ടോഗ്രാഫർ ആകണം. ദാറ്റ് വാസ് മൈ വേ ഓഫ് സെയിങ് ലിസൺ, ഐ നോ മൈ സർഫിംഗ് ഡേയ്സ് ആർ ഓവർ. ഹി ജസ്റ്റ് നോഡഡ്. എന്നിട്ട് അച്ഛനോട് പറയുകയാണ്, ഏതായാലും എൻ്റെ സർഫിംഗ് ഡേയ്സ് ഒക്കെ കഴിഞ്ഞ് ഇനി എനിക്ക് സർഫ് ചെയ്യാനൊന്നും സാധിക്കത്തില്ല. ഐ എം ഷുവർ യു വിൽ ബി. അപ്പം അച്ഛൻ അവളോട് പറയാണ്, എനിക്കറിയാം നിനക്കത് സാധിക്കും, പക്ഷെ നിനക്കത് സാധിക്കും. ഹി ന്യൂ വാട്ട് ഇറ്റ് മെൻറ്റ് ആസ് വെൽ, ബട്ട് ബൈ സാറ്റർഡേ ഐ ചേഞ്ച്ഡ് മൈ മൈൻഡ് ആൻഡ് സ്റ്റാർട്ടഡ് തിങ്കിങ് അബൌട്ട് ഗോയിങ് സർഫിംഗ് അഗെയിൻ. അപ്പോൾ ആദ്യമൊക്കെ അവൾ സംശയിച്ചു, എനിക്കിനി സർഫ് ചെയ്യാൻ പറ്റത്തില്ല, എന്നെ കൊണ്ട് ഇനി അത് സാധിക്കത്തില്ല എന്ന് ചിന്തിച്ചു. എന്നാൽ ആ സാറ്റർഡേ ആയപ്പോഴേക്കും അവളുടെ മൈൻഡ് ചേഞ്ച് ചെയ്തു. ഞാൻ ഇനിയും എന്ത് ചെയ്യും, സർഫ് ചെയ്യും. നെക്സ്റ്റ് പാരഗ്രാഫ്. I was feeling better. My mind was less foggy. And there were so many people coming to see me and give me pep talks. അപ്പോൾ ഇപ്പോൾ അവൾ ഏകദേശമൊക്കെ ഒന്ന് ബെറ്ററായി വരുന്നുണ്ട്. അവളുടെ കൺഫ്യൂഷൻസ് ഒക്കെ ഒന്ന് മാറി. ധാരാളം ആൾക്കാർ അവളെ കാണാൻ വരുന്നു, പെപ് ടോക്സ് പറയുന്നു. പെപ് ടോക്സ് എന്ന് പറഞ്ഞാൽ എൻകറേജിങ് ടോക്സ്. അങ്ങനെയുള്ള സംസാരങ്ങൾ അവളോട് സംസാരിക്കുന്നു, എൻകറേജ് ചെയ്യുന്നു. ഐ പുട്ട് ഓൺ എ ബ്രേവ് ഫേസ് ഫോർ എവറി വൺ, ബട്ട് ഐ കാൻ പ്രിറ്റൻഡ് ഇറ്റ് ഡിഡ്ന്റ് ഗെറ്റ് ടു മീ അറ്റ് ടൈംസ്. മിക്കവാറും ഒക്കെ അവൾ വളരെ ധൈര്യത്തോടെ എല്ലാവരും ഫേസ് ചെയ്യും. ചില സമയങ്ങളിൽ അവൾക്കതിന് സാധിക്കാറില്ല. ഇഫ് ഐ എവർ ഡിഡ് സ്റ്റാർട്ട് ടു ഗെറ്റ് ബ്ലൂ, ഐ ഹാഡ് മൈ ബ്രദർ ടു പുൾ മീ ബാക്ക്. എപ്പോഴെങ്കിലും ഞാൻ കൺഫ്യൂസ്ഡ് ആകുമ്പോൾ എന്നെ ഇങ്ങനെ പുറകിൽ നിന്ന് തള്ളിത്തരാൻ എൻ്റെ സഹോദരനുണ്ട്. എന്ന് പറഞ്ഞാൽ എന്നെ എൻകറേജ് ചെയ്യാൻ എൻ്റെ ബ്രദേഴ്സ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. They were laid back as always. They never let me know their horror or see their pain or fear. ഒരിക്കലും അവരുടെ ഉള്ളിലെ ഭയമോ പേടിയോ ഒന്നും അവരെൻ്റെ മുന്നിൽ കാണിക്കാറില്ല. തിമോത്തി വാസ് ഓൾവേസ് ജോക്കിംഗ്. തിമോത്തി അവളുടെ ഒരു ബ്രദറാണ്, എപ്പോഴും അവളോട് തമാശകൾ പറയും. ആൻഡ് നോവ വാസ് മൈ ബിഗ്ഗസ്റ്റ് പ്രൊട്ടക്ടർ. അപ്പം നോവ എന്ന് പറയുന്ന സഹോദരൻ വളരെ സംരക്ഷകനായിട്ട് എപ്പോഴും കൂടെയുണ്ട്. ദേ വർ സോ സ്ട്രോങ് ആൻഡ് ദാറ്റ് ഹെൽപ് മീ സ്ട്രോങ് ടു. അവർ വളരെ സ്ട്രോങ് ആയിരുന്നതുകൊണ്ട് ഞാനും അവരോടൊപ്പം തന്നെ വളരെ സ്ട്രോങ് ആയി. ബിഫോർ ഐ ഗോട്ട് ഔട്ട് ഓഫ് ദ ഹോസ്പിറ്റൽ, ഇൻ ഫാക്ട് ബൈ ദ സെക്കൻഡ് ഡേ ഓഫ് മൈ 1 week സ്റ്റേ, ഐ വാസ് ടോക്കിംഗ് ഡിഫറെൻ്റ്ലി അബൌട്ട് ദ പോസിബിലിറ്റി ഓഫ് സർഫിംഗ് അഗെയിൻ. അപ്പം അവളുടെ ആ ഹോസ്പിറ്റലിലായിരുന്ന സമയത്ത് അവൾ എപ്പോഴും സർഫിങ്ങിനെ കുറിച്ച് തന്നെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരുന്നു. പല കാര്യങ്ങളും അവൾ സംസാരിച്ചുകൊണ്ടിരുന്നു. മൈ ഹോൾ ഫാമിലി സ്റ്റുഡ് ബിഹൈൻഡ് മീ ആൻഡ് ട്രൈ ടു എൻകറേജ് മീ ആസ് മച്ച് ആസ് പോസിബിൾ. ആ സമയങ്ങളിലൊക്കെ ഫാമിലിയിലുള്ള എല്ലാ ആൾക്കാരും അവളെ വളരെയധികം എൻകറേജ് ചെയ്തു, നിനക്ക് സാധിക്കുമെന്ന് പറഞ്ഞു. മൈ പാരൻസ് ഹാഡ് നോ ഡൗട്ട് ദാറ്റ് ഐ പ്രോബബ്ലി കുഡ് ഫിഗർ ഔട്ട് എ വേ ടു ഗെറ്റ് അപ്പ് ഓൺ ദ ബോർഡ്, ബട്ട് ഐ ന്യൂ ദേ ഫെൽറ്റ് മൈ കോമ്പറ്റിറ്റീവ് ഡേയ്സ് വെയർ ഓവർ. അപ്പം ശരിക്കും പറഞ്ഞാൽ അവളുടെ ആ ഒരു കോമ്പറ്റിറ്റീവ് ഡേയ്സ്, സർഫിംഗ് ഡേയ്സൊക്കെ തീർന്നു എന്ന് തോന്നിയാലും പാരൻസിന് അവളെക്കുറിച്ച് ഉറപ്പുണ്ട്, അവൾ വേറൊരു രീതിയിൽ അതിനെ എന്ത് ചെയ്യും, ഓവർകം ചെയ്യും, അല്ലെങ്കിൽ അവളൊരു പുതിയ വഴി സർഫിങ്ങിനായിട്ട് കണ്ടുപിടിക്കും എന്ന പാരൻസിന് അവളെക്കുറിച്ചൊരു ബോധമുണ്ടായിരുന്നു. ബെഥനി, ഐ എം ഷുവർ യു ക്യാൻ ഡു വാട്ട് എവർ യു പുട്ട് യുവർ മൈൻഡ് ടു. അപ്പോൾ ആ ഡാഡ് അവളെ ധൈര്യപ്പെടുത്തുകയാണ്, ബെഥനി നീ വിഷമിക്കൊന്നും വേണ്ട, നീ മറ്റൊരു രീതിയിൽ ചിന്തിച്ച് സർഫിങ്ങിന് വേണ്ടിയിട്ട് തയ്യാറാകൂ, നിനക്കത് ചെയ്യാനായിട്ട് സാധിക്കും, എനിക്കത് ഉറപ്പാണ്. അവളെ വളരെയധികം എൻകറേജ് ചെയ്തുകൊണ്ട് ആ പാരൻസ് അവളോട് കൂടെ നിന്നു. മൈ പാരൻസ് ടു ഹാഡ് എ റഫ് ടൈം. നീദർ ഓഫ് ദം വാസ് ഏബിൾ ടു വർക്ക് ഫോർ ഓൾമോസ്റ്റ് 3 months, വിച്ച് പുട്ട് എ ബിഗ് ഫിനാൻഷ്യൽ ബർഡൻ ഓൺ അവർ ഫാമിലി. ശരിക്കും പറഞ്ഞാൽ പാരൻസിനെ സംബന്ധിച്ച് ഒരു വലിയ റഫ് ടൈം ആയിരുന്നു അവർക്ക്. കാരണം ആർക്കും ജോലിക്ക് പോകാൻ പറ്റിയില്ല, കൂടുതൽ സമയം അവർ ഹോസ്പിറ്റലുകളിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു വലിയ ഫിനാൻഷ്യൽ ബർഡൻ അവരുടെ ഫാമിലിയിൽ ഉണ്ടായി. My first indication that my life would never be the same again came just as we were leaving the hospital. അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ലീവ് ചെയ്യുന്ന സമയത്ത് അവൾ ചിന്തിക്കുകയാണ്, ഇനിയുള്ള എൻ്റെ ജീവിതം നേരത്തെ പോലെയുള്ളൊരു ജീവിതം ആയിരിക്കത്തില്ല. ഇൻസ്റ്റെഡ് ഓഫ് ഗോയിങ് ഔട്ട് ദ മെയിൻ എൻട്രൻസ് വി ഹാഡ് ടു ഗോ ത്രൂ എ മേസ് ഓഫ് ഹോൾവേസ് ആൻഡ് സ്നീക്ക് ഔട്ട് ത്രൂ ദ ബാക്ക് ഡോർ. അപ്പോൾ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് മെയിൻ എൻട്രൻസിലൂടെ പോകാതെ അവരൊരു ഇടവഴിയിലൂടെയാണ് പോകുന്നത്, എസ്കേപ്പ് ചെയ്താണ് പോകുന്നത്. എന്ന് പറഞ്ഞാൽ സ്നീക്ക് ഔട്ട് എന്ന് പറയുമ്പോൾ വളരെ സീക്രട്ടായിട്ട് പോകുന്നു. ഒരു ഇടനാഴിയിലൂടെ ആരും കാണാതെ ബാക്ക് ഡോറിലൂടെ അവർ ഹോസ്പിറ്റലിൻ്റെ വെളിയിലേക്ക് ഇറങ്ങുന്നു. അതിൻ്റെ കാരണം ഈ പാരഗ്രാഫിൽ പറയുന്നുണ്ട്. There were hospital security guards with us and when we got out car
They were two kawaii policemen who followed us to the house in Anahola, where I could continue to recover in privacy. അപ്പോൾ ആ ഹോസ്പിറ്റലിൽ നമ്മൾ വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു സീക്രട്ട് വേയിലൂടെയാണ് ഇറങ്ങുന്നത്. ധാരാളം സെക്യൂരിറ്റി ഗാർഡ്സ് അവളോടൊപ്പം ഉണ്ട്, പോലീസ്മെൻ ഉണ്ട്. അങ്ങനെ എല്ലാവരുടെയും ഒരു സെക്യൂരിറ്റിയിലാണ്, ഒരു പ്രൈവസിയിലാണ് അവൾ എന്ത് ചെയ്യുന്നത്, ഹോസ്പിറ്റൽ വിടുന്നത്. മൈ പാരൻസ് എക്സ്പ്ലെയിൻ മീ ടു ദാറ്റ് there was a mob of TV people eagerly waiting to show microphones in my face. അപ്പോൾ ഇങ്ങനെ അവരെ എസ്കേപ്പ് ചെയ്യാൻ കാരണമെന്ന് പറഞ്ഞാൽ ഒത്തിരിയധികം TV പീപ്പിൾ അവളുടെ ഇൻ്റർവ്യൂ എടുക്കാൻ, അവളോട് ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് അവളെ നോക്കി വെളിയിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഓണസ്റ്റ്ലി ഐ റിയലി ഡോണ്ട് എൻജോയ് ബീയിങ് ദ സ്പോട്ട്ലൈറ്റ്. ശരിക്കും പറഞ്ഞാൽ അവൾക്ക് അതിനോടൊരു താല്പര്യവും ഇല്ലായിരുന്നു. പബ്ലിസിറ്റി കൊടുക്കാനോ അങ്ങനെ അവരോട് സംസാരിക്കാനോ ഒന്നും അവൾക്ക് താല്പര്യമില്ലായിരുന്നു. ബട്ട് ഐ അഗ്രീ ടു ഡു ഇൻ്റർവ്യൂസ് ഫോർ ദ ബെനിഫിറ്റ് ഓഫ് അതേഴ്സ്. ലാസ്റ്റ് അവൾ 1-2 ഇൻ്റർവ്യൂവിനായിട്ട് സമ്മതം കൊടുത്തു. എൻ്റെ ജീവിതം മുഖാന്തരം മറ്റുള്ളവർക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടാകുന്നെങ്കിൽ ഉണ്ടാകട്ടെ എന്നൊരു വിചാരത്തിൽ 1-2 ഇൻ്റർവ്യൂസ് ചെയ്യാമെന്നവൾ എഗ്രി ചെയ്യുകയും ചെയ്തു. സ്ട്രേഞ്ചേഴ്സ് സ്റ്റിൽ അപ്രോച്ച് മീ ഓൺ ദ ബീച്ച്, ഇൻ എയർപോർട്ട്സ്, ഇൻ ഷോപ്സ് ആൻഡ് റെസ്റ്റോറൻറ്റ്. ഇപ്പോൾ അവളെ എവിടെ വെച്ച് ആൾക്കാർ കണ്ടാലും അവളുടെ അടുക്കിലേക്ക് ഓടിച്ചെല്ലും. ബീച്ചിൽ പോയാൽ, എയർപോർട്ടിൽ ചെന്നാൽ, ഷോപ്പ്, റെസ്റ്റോറൻറ്റ്, എവിടെ ചെന്നാലും അവൾക്ക് അപരിചിതരായ കുറേ ആൾക്കാർ അവളെ സ്വീകരിച്ചു. ദേ ആസ്ക് ഫോർ ഓട്ടോഗ്രാഫ്സ്. അവരെന്തിനാണ് വരുന്നത്? ഓട്ടോഗ്രാഫുകൾ ചോദിക്കും. ആൻഡ് ദേ കം അപ്പ് ആൻഡ് ടെൽ മീ ഐ എം ആൻ ഇൻസ്പിറേഷൻ. ചിലർ പറയും നീ ഒരു ഇൻസ്പിറേഷൻ ആണെന്ന് പറയും. ഐ എം ഇൻട്രപ്റ്റഡ് അറ്റ് ഡിന്നർ ബൈ പീപ്പിൾ വാണ്ടിങ് ടു ബി ഇൻ എ ഫോട്ടോ വിത്ത് മീ. ചില സമയങ്ങളിലൊക്കെ ഫോട്ടോ എടുക്കാനായിട്ട് ഞാൻ ഡിന്നർ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും ആൾക്കാർ വന്ന് എന്നെ എന്ത് ചെയ്യാറുണ്ട്, തടസ്സപ്പെടുത്താറുണ്ട്. ഇറ്റ്സ് ടോട്ടലി ബിസാറേ. ഇതൊക്കെ എനിക്ക് ശരിക്കും അൺയൂഷ്വലായിട്ട്, സ്ട്രേഞ്ച് ആയിട്ടൊക്കെ തോന്നിയിട്ടുമുണ്ട്. നെക്സ്റ്റ് പാരഗ്രാഫ്. Being a top professional surfer would have brought me only a silver top of this recognition and probably only within the tightness surfing community. അപ്പോൾ അവൾ ചിന്തിക്കുകയാണ്, ഞാനൊരു പ്രൊഫഷണൽ സർഫർ ആയിരുന്നെങ്കിൽ പോലും എനിക്ക് ഇത്ര വലിയൊരു അപ്രീസിയേഷനും അംഗീകാരവും ഒന്നും മറ്റുള്ളവരിൽ നിന്ന് കിട്ടുകയില്ലായിരുന്നു. യു ആർ സംതിങ് മോർ നൗ ദാൻ എ സർഫർ, ഫ്രണ്ട്സ് ടെൽ മീ. ഇപ്പോൾ അവളുടെ കൂട്ടുകാരവളോട് പറയുന്നത്, നീ എന്താണ്, ഒരു സാധാരണ സർഫർ അല്ല, അതിലും മുകളിലാണ്. യു ആർ ദ ബെയറർ ഓഫ് ഹോപ്പ് ഫോർ ദോസ് ഹു ഹാവ് ബീൻ ഹാൻഡഡ് എ ബാഡ് ഡീൽ ഇൻ ദ കാർഡ് ഗെയിം ഓഫ് ലൈഫ്. അപ്പോൾ ജീവിതത്തിൽ നീ അനേകർക്കൊരു പ്രചോദനമാണ് എന്നൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി, ആൾക്കാർ പറയാൻ തുടങ്ങി. ഇൻ സം വേസ് ഇറ്റ് വാസ് ലൈക്ക് ലേണിംഗ് ടു സർഫ് ഓൾ ഓവർ അഗെയിൻ. ഐ ഹാഡ് ടു ലേൺ ഹൗ ടു പാഡിൽ ഈവൻലി വിത്ത് വൺ ആം, ആൻഡ് വെൻ ഐ ലെഫ്റ്റ് ദ വേവ് പിക്ക് മീ up, I had to put my hand flat on the center of the deck to get my feet rather than grabbing the surfboard rail the way you would if you had 2 hands. അപ്പോൾ അവൾ പറയാണ്, ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ എനിക്ക് സർഫിംഗ് ഒന്നുകൂടെ പഠിക്കേണ്ട അവസ്ഥയാണ്. ഇത്രയും നാൾ എനിക്ക് 2 കൈ ഉപയോഗിച്ചായിരുന്നു ഞാൻ സർഫ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഒറ്റ കൈ ഉപയോഗിച്ച് വേണം എനിക്ക് സർഫ് ചെയ്യാൻ. അതുകൊണ്ട് തന്നെ ഒരു കൈ കൊണ്ട് എങ്ങനെ സർഫ് ചെയ്യണമെന്ന് ആദ്യം മുതലേ ഞാൻ പഠിക്കേണ്ടിയിരിക്കുന്നു. എങ്ങനെ ബാലൻസ് ചെയ്യണം, സർഫ് ബോർഡിൽ എങ്ങനെ ബാലൻസ് ചെയ്യണം, എങ്ങനെ നിൽക്കണം, ഇതെല്ലാം ഞാൻ ഇനി ആദ്യം മുതലേ പഠിക്കേണ്ടിയിരിക്കുന്നു. മൈ ഫസ്റ്റ് കപ്പിൾ ഓഫ് ട്രൈസ് ഡിഡിൻ വർക്ക്. അപ്പോൾ അവളും അവളുടെ ഫാദറും കൂടെ അവളുടെ ആം നഷ്ടപ്പെട്ടതിന് ശേഷം ആദ്യമായിട്ട് സർഫ് ചെയ്യാനായിട്ട് പോവുകയാണ്. 2 പ്രാവശ്യം അവൾ ട്രൈ ചെയ്തു. പക്ഷേ 2 പ്രാവശ്യം അവൾ എന്ത് ചെയ്തു, ഫെയിലായി. അവളുടെ ആമില്ലാതെ അവൾക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല, തുഴയാനായിട്ട് സാധിച്ചില്ല. ഐ കുഡിൻ ഗെറ്റ് അപ്പ്. ഐ മസ്റ്റ് അഡ്മിറ്റ് ഐ വാസ് എ ലിറ്റിൽ ബിറ്റ് ഡിസ്കറേജ്ഡ്. ഐ തോട്ട് ഇറ്റ് വുഡ് ബി ഈസിയർ. അപ്പോൾ അവൾ പറയാണ്, ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഒറ്റ കൈ കൊണ്ട് സർഫ് ബോർഡിൽ സർഫ് ചെയ്യാൻ സാധിക്കില്ല എന്നൊരു തോന്നൽ ഇപ്പോൾ അവൾക്ക് ഉണ്ടായി. അവൾ ഡിസ്കറേജ്ഡായി. ഇതത്ര ഈസി അല്ല എന്നവൾക്ക് മനസ്സിലായി. മൈ ഡാഡ് ഹു വാസ് ഇൻ ദ വാട്ടർ വിത്ത് മീ കെപ്റ്റ് ഷൗട്ടിങ്. അവളോടൊപ്പം ഓഷ്യനിൽ ആരും ഉണ്ടായിരുന്നു, മറ്റൊരു സർഫ് ബോർഡിൽ നമ്മളുടെ ഡാഡും ഉണ്ടായിരുന്നു. ഇവളുടെ ഡാഡ് അവളോട് പറയാണ്, ബെഥനി ട്രൈ ഇറ്റ് 1 more time. ഒന്നുകൂടെ നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്ന് പറഞ്ഞ് അവളെ എൻകറേജ് ചെയ്യാൻ തുടങ്ങി. ദിസ് വൺ വിൽ ബി ഡു ഇറ്റ്. അടുത്ത പ്രാവശ്യം നിനക്കത് ശരിയാകും, നീ ഒന്നുകൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ദെൻ ഇറ്റ് ഹാപ്പൻഡ്. അങ്ങനെ അവൾ ഒന്നും കൂടെ ട്രൈ ചെയ്തു. അപ്പോൾ അവൾക്ക് എന്ത് സാധിച്ചു, സർഫ് ചെയ്യാനായിട്ട് സാധിച്ചു. A wave rolled through. I caught it, put my hand on the deck to push up, and I was standing. അപ്പോൾ ആ സർഫ് ബോർഡിൽ എഴുന്നേറ്റ് നിൽക്കാനായിട്ട് അവൾ ശ്രമിച്ചിട്ട് 2 പ്രാവശ്യം പരാജയപ്പെട്ടു. പക്ഷേ ഇപ്പോൾ അവൾക്ക് അവളുടെ ആ ഒരു കൈ ഉപയോഗിച്ച് സർഫ് ബോർഡിൽ ബാലൻസ് ചെയ്ത് നിൽക്കാൻ അവൾ പഠിച്ചു. I guess I started getting the technique wired after that.
അങ്ങനെ ഒരാം ഉപയോഗിച്ച് സർഫ് ബോർഡിൽ ബാലൻസ് ചെയ്ത് നിന്ന് സർഫ് ചെയ്യുന്നതിനുള്ള ആ ഒരു സ്കില്ലും അവൾ മാസ്റ്റർ ചെയ്തു. Of course, once I was on my feet, everything was easy. It's hard for me to describe the joy I felt after I stood up and rode a wave in for the first time after the attack. അപ്പോൾ ഈ ഷാർക്ക് അറ്റാക്കിന് ശേഷമുള്ള ആദ്യത്തെ സർഫിംഗ് ആയിരുന്നു ഇത്. അവൾ വളരെയധികം ഹാപ്പിയാണ്. കാരണം ഇനി ഒരിക്കലും സർഫ് ചെയ്യാൻ സാധിക്കില്ല എന്ന് അവൾ ചിന്തിച്ചപ്പോൾ ആ ഒരു സ്കില്ലും കൂടി ഇപ്പോൾ എന്ത് ചെയ്തിരിക്കുകയാണ്, അവൾ മാസ്റ്റർ ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് അവൾ വളരെ ഹാപ്പിയായി. I was incredibly thankful and happy inside. The tiny bit of doubt that would sometimes tell me, you will never surf again, was gone in one wave. നേരത്തെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് അവൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. ഇനി എനിക്ക് സാധിക്കുമോ, ഒരു ആം ഉപയോഗിച്ച് എനിക്ക് സർഫ് ചെയ്യാൻ സാധിക്കുമോ എന്നൊരു കൺഫ്യൂഷൻ അവൾക്ക് ഇടയ്ക്കിടയ്ക്ക് തോന്നാറുണ്ടായിരുന്നു. പക്ഷേ ആ കൺഫ്യൂഷൻസ് ഒക്കെ ഇപ്പോൾ മാറിപ്പോയി. Even though I was all wet, I felt tears of happiness trickling down my face. ഇപ്പോൾ അവളുടെ മുഖത്തേക്ക് നോക്കിയാൽ ആ മുഖത്ത് കണ്ണുനീർ തുള്ളികൾ നമുക്ക് കാണാം. ആ കണ്ണുനീര് എന്തിൻ്റെ കണ്ണുനീരായിരുന്നു? അവളുടെ സന്തോഷത്തിൻ്റെ, വിജയത്തിൻ്റെ കണ്ണുനീര് ആയിരുന്നു.